ഇപ്പോൾ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശമാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ 3 കേസുകളായി രണ്ടാമത്തെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത് അല്ലെ? ആദ്യ കേസിലെ പരാതിക്കാരിയും ഇതുപോലെ ശബ്ദം വന്നിരുന്നു. അപ്പൊ അതിനകത്ത് പറയുന്നത് ഈ ഇപ്പൊ ഫെനി നൈനാൻ പുറത്തുവിട്ട ചാറ്റുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ പരാതിക്കാരികൾ അല്ലെങ്കിൽ കൂടുതൽ പരാതിയുമായി രംഗത്ത് വരാതിരിക്കാനുള്ള ഒരു സമ്മർദ്ദ നീക്കമാണെന്ന് പരാതിക്കാരി പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതൊന്നും കാണിച്ച് തന്നെ പേടിപ്പിക്കാൻ ഫെനി നൈനാൻ ശ്രമിക്കേണ്ട എന്നുകൂടി മാത്രമല്ല, ഗർഭഛിദ്രം നടന്നു എന്നതിന്റെ സംസാരിക്കുന്ന തെളിവുകൾ കൂടിയാണ്. എന്ന് വെച്ചാൽ അവിടെ കുഞ്ഞുണ്ടായിരുന്നു, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കുഞ്ഞ് തന്റെ ഉദരത്തിൽ വളരുന്നുണ്ടായിരുന്നു എന്ന് അവർ ആ ശബ്ദത്തിലൂടെ അവർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരേ സമയം നിരവധി ബന്ധങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇവർക്കും വിവരങ്ങൾ കിട്ടി. അവരത് ഫെനി നൈനാനോട് ചോദിക്കുമ്പോൾ ഫെനി പറയുന്നത് അതൊക്കെ ഫാൻസാണ്, എല്ലാ ഫാൻസിനെയും ഞാൻ കാര്യമായി എടുക്കുന്നില്ല, ശല്യാണെന്നേ, പലതും ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടേക്കാന്നൊക്കെ പറയുന്നുണ്ട്. യെസ്, അപ്പോ അതിജീവിതയുടെ ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ കേസിലിനി ഈ വിവരങ്ങൾ അത് അന്വേഷണ സംഘത്തിന് എടുക്കാൻ കഴിയുമോ അല്ലെങ്കിൽ നിർണായകമാകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. സിജോ വി ജോൺ വിവരങ്ങൾ നൽകും. സിജോ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ അതിജീവിതയുടെ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്നിരിക്കുന്നു. അതിൽ പല കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് രീതിയിലായിരിക്കും ഇനി ഈ അന്വേഷണത്തിൽ ഈ ശബ്ദ സന്ദേശം നിർണായകമാവുക? പല കാര്യങ്ങളും ഈ അതിജീവിതയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നതും വൈദ്യപരിശോധനയും ഒക്കെ അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മറക്കരുത്. അപ്പോൾ ഈ ശബ്ദ സന്ദേശം അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അന്വേഷണത്തിൽ ഏതെങ്കിലും തരത്തിൽ അന്വേഷണ സംഘത്തിനൊരു നിർണായകമായ വിവരമാകുമോ? അതിനപ്പുറത്തേക്ക് മറ്റെന്തൊക്കെയാണ് ഇപ്പോൾ ഈ ശബ്ദ സന്ദേശം പുറത്ത് വന്നതിലൂടെ വ്യക്തമാകുന്നത്? സിജോ, അന്വേഷണ സംഘത്തിന് സഹായകരമാകും എന്നതിനപ്പുറത്തേക്ക് നമ്മൾ ഈ ഓഡിയോ കാണേണ്ടത് ഈ രൂക്ഷമായ സൈബർ ആക്രമണമാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി അതിജീവിത നേരിടുന്നത്. അതിൽ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ അതിജീവിതയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്ത് ഫെനി നൈനാനും തമ്മിലുള്ള ഒരു വാട്സപ്പ് ചാറ്റ്. അത് ഫെനി നൈനാൻ തന്നെയാണ് ഇന്നലെ പുറത്തുവിടുന്നത്. അതിൽ ആ ചാറ്റുകൾ പുറത്തുവിട്ടിട്ട് ഫെനി നൈനാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. 2024 രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നത്. 2025 ഒക്ടോബർ നവംബർ മാസത്തിലെ ചാറ്റാണ് പുറത്തു വരുന്നത്. അതിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ നാട്ടിലെത്തി കാണണമെന്നും അത് ഓഫീസ് പറ്റത്തില്ല, പേഴ്സണലായി സംസാരിക്കാനാണ്, ഒരു സ്വകാര്യമായിട്ടുള്ള ഒരു ഇടം വേണം എന്ന് പറയുകയും ചെയ്യുന്നത്. അത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബലാത്സംഗത്തിനിരയായ ഒരു യുവതി ഒരു പ്രൈവറ്റ് സ്പേസ് എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നത്, സംസാരിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അതിനുള്ള ഒരു കൃത്യമായ ഒരു മറുപടിയാണ് ഇവർ പറയുന്നത്. കാരണം ഈ 2025 ഓഗസ്റ്റിലാണ് ഇത്തരത്തിൽ രാഹുലിനെതിരായിട്ടുള്ള കുറെ വാർത്തകൾ പുറത്തു വരുന്നത്. അപ്പോൾ രാഹുൽ താൻ ഗർഭിണിയായിരുന്നു, രാഹുലുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിലാണ് ഇങ്ങനെ കുട്ടി വരുന്നത്. അത് പിന്നീട് മിസ്കാരേജ് ആയി പോകുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ ഒരു ബോണ്ട് അപ്പോഴും നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് താനല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊരു വിവരം പുറത്തു വരുമ്പോൾ അത് സത്യമാണോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് രാഹുലിനെ വിളിക്കുന്നത്. ആ സമയത്ത് ഈ വാർത്തകളൊക്കെ പുറത്തു വരുന്നത് സമയത്ത് രാഹുലും സ്വാഭാവികമായും കടുത്ത സമ്മർദ്ദത്തിലായിരുന്നു. രാഹുൽ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത്. അതെല്ലാം തെറ്റായിട്ടുള്ള വാർത്തയാണ്, തെറ്റായിട്ടുള്ള വിവരങ്ങളാണ്, നീ മാത്രമേ ഉള്ളൂ, എനിക്ക് ഒരു കുട്ടി ഉണ്ടെങ്കിൽ അത് എന്നിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് മറ്റുള്ള വാർത്തകളാണ്, തെറ്റായിട്ടുള്ള വാർത്തകളാണ്, വിവരങ്ങളാണ്, എന്റെ രാഷ്ട്രീയ ഭാവി നശിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത്തരത്തിൽ ഈ വാർത്തകൾ പുറത്തു വരുന്നത്. ആദ്യ കുട്ടി എന്ന് പറയുന്നത് അങ്ങനെ ആദ്യത്തെ കുട്ടിയുടെ എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള ആരോപണമാണ്, രണ്ടാമത്തെ ആളില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് രാഹുൽ നടത്തുന്നത്. അപ്പോൾ ഈ അതിജീവിത പറയുന്നു, എന്താണെങ്കിലും എനിക്ക് രാഹുലിനെ കണ്ട് സംസാരിക്കണം. അങ്ങനെ രാഹുലിനെ കണ്ട് സംസാരിക്കുന്ന സമയത്ത് ആവശ്യപ്പെട്ട സമയത്ത് രാഹുൽ പല സമയങ്ങളിൽ തിരക്കാണ്. രാഹുൽ പറയുന്നു ഫെനി നൈനാനോട് കോർഡിനേറ്റ് ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് നേരത്തെ മുതൽ സൗഹൃദമുള്ള ഫെനി നൈനാനെ രാഹുലിനെ കാണാൻ വേണ്ടി സമീപിക്കുന്നത്. അപ്പോൾ രാഹുൽ പറയുന്നത് പാലക്കാട്ട് ഓഫീസിലോട്ട് വരുമെന്നുള്ളതാണ്. പക്ഷെ ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വല്ലാത്ത മാനസിക ട്രോമയിലൂടെ കടന്നു പോകുന്ന അതിജീവിതയാണ്. അവർക്ക് ഓഫീസിൽ പോയി നിന്ന് ഈ വിഷയങ്ങളെ കുറിച്ചൊന്നും സ്വാഭാവികമായും സംസാരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവരൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലം ചോദിക്കുന്നത്. അങ്ങനെ ഈ കാണാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലാതെ അങ്ങനെ കാണുന്നതിനുള്ള ഒരു സമയമോ സൗകര്യമോ ഫെനിയോ രാഹുലോ ഒരുക്കുന്നില്ല. അങ്ങനെ ഇവരെ രണ്ടുപേരെയും അറിയിക്കാതെയാണ് ഈ അതിജീവിത മറ്റൊരു സുഹൃത്തിനെയും കൂട്ടി നാട്ടിലേക്ക് വരുന്നത്. അവിടെ എത്തി, പാലക്കാട് എത്തി, അവിടെ വെച്ച് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, കാണണമെന്ന് പറയുമ്പോൾ ഞാൻ ഇന്ന സ്ഥലത്താണ്, കണ്ണാടിയിലാണ്, ഇന്ന ഓരോരോ സ്ഥലത്താണെന്ന് പറഞ്ഞ് ഇവരെ കബളിപ്പിക്കുന്നു. ഒരു പകൽ മുഴുവൻ ഇരുന്നിട്ടും അവരെ കാണാനോ കൂട്ടാക്കിയോ ചെയ്തില്ല എന്നുള്ളതാണ് പറയുകയും ചെയ്യുന്നത്. അപ്പോ
ഇതാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ താൻ രാഹുലിനെ കാണണം എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ഇതാണ് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരണം, ആ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ ഈ സൈബർ ഇടങ്ങളിൽ അതിജീവതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ, കൊത്തിക്കീറുന്ന തരത്തിൽ എന്തെങ്കിലും വീണ്ടും ശാരീരിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് വേണ്ടിയിട്ടല്ല ഞാൻ രാഹുലിനെ കാണുമെന്ന് പറഞ്ഞത്. എനിക്ക് ഈ കാര്യങ്ങളിൽ കുറച്ച് വ്യക്തത വേണം, വസ്തുതകൾ അറിയണം, അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത്, സംസാരിച്ചിട്ടുള്ളത്. അത് ഇത്രയും കാര്യങ്ങൾ മാത്രമല്ല സംസാരിച്ചിരിക്കുന്നത്. ഫെനി നയനാനോട് ഈ വിഷയങ്ങളെ കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഫെനി ചെയ്തിരിക്കുന്നത് എന്താണ്? ഫെനി ചെയ്തിരിക്കുന്നത് ഈ വാട്സപ്പ് ചാറ്റിന്റെ ചുരുക്കം ചില ഭാഗങ്ങൾ മാത്രം ഷെയർ ചെയ്തിരിക്കുകയാണ്. ഇത് സ്വാഭാവികം വായിച്ചു നോക്കുമ്പോൾ ആളുകൾക്ക് അതിജീവതയോട് അല്ലെങ്കിൽ അവരെന്തിനാണ് വരുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷെ ഇതല്ല, ഇത് മാത്രമല്ല വാട്സപ്പ് ചാറ്റുകളുള്ളത്. ഈ കാര്യങ്ങൾ മുഴുവൻ താൻ വിശദീകരിച്ചുകൊണ്ടുള്ള വാട്സപ്പ് ചാറ്റ് ഉണ്ട്. അത് ഫെനി നയനാൻ പുറത്തുവിടാൻ തയ്യാറാകുന്നില്ല. അങ്ങനെ തന്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു ഫെനി നയനാൻ. പക്ഷെ ഫെനി ഒരു അനിയനെ പോലെയാണ് താൻ കണ്ടിരുന്നത്. ഫെനി നയനാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനം സംഭാഷണ ഓഡിയോ ആണ് ഇപ്പോൾ, പരാതിക്കാരുടെ ഒരു സംഭാഷണ ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.